സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. അച്ചൻകോവിൽ, കഴുതുരുട്ടി ആറുകൾ കരകവിഞ്ഞു. നീരൊഴുക്ക് കൂടിയതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അലിമുക്ക് വനപാതയിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കേരള തമിഴ്നാട് അതിർത്തിയായ ചെങ്കോട്ടയിൽ ദേശീയപാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഇന്നിപ്പോൾ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. അവിടുത്തെ സ്ഥിതി എന്താണ്? ജില്ലയിൽ ഇന്ന് മഴയുണ്ടോ? കൊല്ലം ജില്ലയിൽ കൊല്ലം നഗരത്തിലോ തീരമേഖലയിലോ മഴയില്ല. പക്ഷെ കിഴക്കൻ മേഖലയിൽ ഇന്ന് പുലർച്ചെ ശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് ആര്യങ്കാവ്, അച്ചൻകോവിൽ മേഖലകളിലാണ് മഴയുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അച്ചൻകോവിൽ ആറ്റിലും ശക്തമായ നീരൊഴുക്ക് ഉണ്ടായത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റാലം അടക്കമുള്ള പ്രദേശങ്ങളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റാലത്ത് വലിയ രീതിയിൽ വെള്ളം കുതിച്ചെത്തുകയാണ്. കുറ്റാലത്ത് ജലപാതത്തിന്റെ അവിടെയൊക്കെ തന്നെ ആ പ്രദേശത്ത് നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള നീരൊഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ ജനങ്ങളെ പൂർണ്ണമായും മാറ്റുകയും അവിടെ ഉള്ള കടകളൊക്കെ തന്നെ പൂർണ്ണമായും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് പാലരുവി വെള്ളച്ചാട്ടം പൂർണ്ണമായും അടച്ചിരിക്കുന്നു. അവിടെയും ശക്തമായ നീരൊഴുക്കാണ് ജലപാതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഈ പാലരുവി വെള്ളച്ചാട്ടം കാണുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പുണ്ടാകുന്നവരെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് ശാന്തമാകുന്നതുവരെ ആ പാലരുവിയിലേക്ക് ജനങ്ങളെ കയറ്റേണ്ടതില്ല, സഞ്ചാരികളെ കയറ്റേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. കിഴക്കൻ മേഖലയിൽ അച്ചൻകോവിലേക്ക്, പുല്ലൂരിൽ നിന്ന് അലിമുക്ക് വഴി അച്ചൻകോവിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ ആറ് കരകവിഞ്ഞു. പക്ഷേ നിലവിൽ ഇപ്പോൾ വെള്ളം തിരിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ഉച്ചവരെ ഇരുചക്ര വാഹനങ്ങൾക്കോ കാറിനോ ഒന്നും തന്നെ ആ വഴി പോകാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. നിലവിൽ അതുവഴി സഞ്ചാരം ആരംഭിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളടക്കം അതുവഴി യാത്ര ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, കൊല്ലത്തെ ഒരു സാഹചര്യമാണ് കണ്ണൻ നായർ നമ്മളോട് പറഞ്ഞു തന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ കിഴക്കൻ മേഖലയിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയാണ്. തെക്കൻ ആൻഡമാൻ കടലിൽ നാളെയോടെ രൂപപ്പെടുന്ന ചക്രവാത ചുഴി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെ വിവിധ ഇടങ്ങളിൽ ഇന്നലെ മുതൽ തന്നെ കനത്ത മഴയാണ്. പത്തനംതിട്ടയിലും പ്രത്യേകിച്ച് കാര്യമായ മഴ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്.